ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെങ്കിറ്റ് പ്രയർ 84-ാം ദിനം ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 4-ാം വചനം. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് എന്ന് വചനം പറയുന്നു. പ്രിയ മാതാപിതാക്കളെ, ഇന്ന് മക്കൾ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ മാതാപിതാക്കളായ നമ്മുടെ വാക്കുകളോട്, ഉപദേശങ്ങളോട് ഇഷ്ടമില്ലാതെ, ആരെങ്കിലും തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാതെ മറ്റ് ബന്ധങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം മക്കളുടെ ഭാവിയെ, ആരോഗ്യത്തെ, അവരുടെ ബുദ്ധിയെ ഒക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട്. കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ, കുടുംബത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, കൂതാശകളിൽ നിന്ന് അകലുമ്പോൾ അവിടെയൊക്കെ ദൈവത്തോടും ദൈവപ്രമാണങ്ങളോടും ചിട്ടയായ ജീവിതത്തോടും നല്ല ബോധ്യമുണ്ടായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ മക്കൾ സുബോധത്തോടു കൂടി തിരിച്ചു വരുവാനും സമൂഹ മാധ്യമങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനുള്ള കൃപാവരത്തിനായി ഇന്നേ ദിവസം നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ 26:4 കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. കർത്താവായ ഈശോയെ, അവിടുന്ന് ശാശ്വതമായ അഭയമാണെന്ന് അറിഞ്ഞ് അങ്ങയിൽ ആശ്രയിക്കുവാനുള്ള ബോധ്യം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. പ്രതിസന്ധികളിലും വേദനകളിലും ഒറ്റപ്പെടലിലും ഈശോയെ അവിടുത്തോട് ചേർന്ന് നിൽക്കുവാനും, നിരാശയിലേക്ക് വീണു പോകുമ്പോൾ, തിരസ്കാരങ്ങളുണ്ടാകുമ്പോൾ, പരാജയങ്ങളുണ്ടാകുമ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഓടി വന്ന് അവിടുത്തെ മുമ്പിൽ മുട്ടുകൊത്തി അങ്ങേ വിളിച്ചപേക്ഷിക്കുവാനും അനുഗ്രഹം പ്രാപിച്ച് കൗതാശിക ജീവിതത്തിലൂടെ വിജയം കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാനുവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.